ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും VPTHAMPI സ്വാഗതം. നമ്മുടെ പുതിയ സെഷൻ ഇന്ന് ആരംഭിക്കുകയാണ്. അതായത് SCRT പാഠപുസ്തകത്തിലെ വിലയിരുത്താം എന്നുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് ആക്ച്വലി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രകാശ വിസ്മയങ്ങൾ എന്ന 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരിക്കും. എല്ലാ ചാപ്റ്ററുകളും നമ്മൾ നോക്കുന്നതായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ഇതേപടി തന്നെ നമുക്ക് ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കണ്ടതാണ്. സോ നമ്മൾ സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം, സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമതല ദർപ്പണങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണം എന്ന് പറയുക. ദർപ്പണങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് പറയുക. മിറേഴ്സ് എന്നുള്ള ക്ലാസ് കാണാത്തതുണ്ടെങ്കിൽ കാണണം, തീർച്ചയായിട്ടും കാണണം. വളരെ കൃത്യമായിട്ട് അതിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തതുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് മേളിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ആ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ ദർപ്പണമാണ്. അതേസമയത്ത് ഗോളീയ ദർപ്പണങ്ങളുണ്ട്, അല്പം കർവായിട്ടുള്ള അല്ലെങ്കിൽ ഗോളത്തിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പുള്ള ഉപരിതലമുള്ള ദർപ്പണങ്ങളാണ്. അത് പുറത്തേക്ക് തള്ളിയതിനെ കോൺവെക്സ് ദർപ്പണമെന്നും അകത്തേക്ക് കുഴിഞ്ഞതിനെ കോൺകേവ് ദർപ്പണം എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ എന്തായാലും സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പ്രകീർണനം എന്ന് പറഞ്ഞാൽ ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണ് പ്രകീർണനം എന്നൊക്കെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സമന്വിത പ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സൂര്യപ്രകാശം എന്ന് പറയുന്ന ഒരു സമന്വിത പ്രകാശമാണ്. അതായത് അതിൽ പല ഘടകവർണ്ണങ്ങളുണ്ട്. അപ്പോൾ 2ഓ അതിലധികമോ ഘടകവർണ്ണങ്ങൾ ചേർന്നിട്ടുള്ള പ്രകാശത്തെ അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക, സമന്വിത പ്രകാശം എന്ന് വിളിക്കുക, കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതിനെ പല ഘടകങ്ങളായിട്ട് വേർതിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക, പ്രകീർണനം എന്ന് വിളിക്കുക. അതായത് മഴവിൽ ഉണ്ടാകുമ്പോൾ നടക്കുന്ന പ്രോസസ്സാണെന്ത്, പ്രകീർണനം എന്ന് പറയുക. ഒരു സമതല ദർപ്പണം ചുമ്മാ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൽ വന്ന് ഇടിക്കുന്ന ലൈറ്റിന് ഇത്തരത്തിൽ പ്രകീർണനം സംഭവിക്കുന്നുണ്ടോ? ആ ലൈറ്റ് വന്ന് വീണിട്ട് പലതായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ടോ? ഇല്ല, സ്പ്ലിറ്റ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് സമതല ദർപ്പണത്തിന് ബാധകം അല്ല. ഓക്കെ. അടുത്ത, പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നു അല്ലേ. പ്രതിപതനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രകാശം എവിടെയെങ്കിലും വന്ന് തട്ടിയിട്ട് തിരിച്ചു വരുന്ന പരിപാടിയാണ് നമ്മൾ പ്രതിപതനം എന്ന് വിളിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സമതല ദർപ്പണങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രതിപതനം നടക്കുന്നുണ്ട്. പ്രകാശം വന്ന് വീണിട്ട് തട്ടി തിരിച്ചു വരുന്നുണ്ട് അല്ലേ. ദർപ്പണങ്ങളിലെല്ലാം തന്നെ എന്ത് നടക്കുന്നുണ്ട്, പ്രതിപതനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സമതല ദർപ്പണത്തിന് ബാധകമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ബാധകമല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. പാർശ്വിക വിപര്യം ഉണ്ടാക്കും. പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പാർശ്വിക വിപര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ണാടിക്ക് മുന്നിൽ മുഖം നോക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ വലത് കൈയാണ് ഞാൻ ഉയർത്തുന്നതെങ്കിൽ കണ്ണാടിയിലുള്ള ആ മനുഷ്യൻ്റെ സുന്ദരനും സുമുഖനുമായ ആ വ്യക്തി എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഇടത് കൈയായിരിക്കും ഉയർത്തി കാണിക്കുക അല്ലേ. അപ്പോൾ അതായത് വലത് ഇടത് ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. അതായത് മേളും താഴും തമ്മിൽ തിരിയുന്നില്ല. കണ്ണാടിയിൽ നിൽക്കുന്ന ആൾ തലകുത്തിയാണോ നിൽക്കുന്നത്? അല്ല, നേരെ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയത്ത് ഇടത് വലത് ഭാഗങ്ങൾ തമ്മിൽ ഒന്ന് തിരിഞ്ഞ് വരുന്നുണ്ട്. വശങ്ങൾ തമ്മിൽ, പാർശ്വങ്ങൾ തമ്മിൽ തിരിയുന്നു, വിപരീതമാകുന്നു. പാർശ്വിക വിപര്യം എന്ന് നമ്മളതിനെ വിളിക്കും. അപ്പോൾ ഈ ഒരു പരിപാടി തന്നെയാണ് എവിടെ നടക്കുക, നമ്മുടെ ഈ പറയുന്ന പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ആംബുലൻസിൻ്റെ ഒക്കെ പേര് നമ്മൾ മിററിൽ വായിച്ചു കഴിഞ്ഞാൽ എന്ത് കാണും, തലതിരിഞ്ഞ് കാണും അല്ലേ. അവിടെ ആ കോൺവെക്സ് മിററിലും എന്ത് നടക്കുന്നുണ്ട്, അപ്പോൾ പാർശ്വിക വിപര്യം നടക്കുന്നുണ്ട്. കോൺവെക്സ് മിററിലും എന്ത് നടക്കുന്നുണ്ട്, ആ പാർശ്വിക വിപര്യം നടക്കുന്നത്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് മിററാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെയും എന്തുണ്ട്, പാർശ്വിക വിപര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ. അപ്പോൾ അതും ഈ പറയുന്ന സമതല ദർപ്പണത്തിന് ബാധകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് നമുക്കിവിടെ ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത, മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കും. അപ്പോൾ പ്രതിബിംബങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കുക അല്ലെ. മിഥ്യാപ്രതിബിംബമെന്നും യഥാർത്ഥ പ്രതിബിംബമെന്നും 2ആയിട്ട് തരംതിരിക്കുക. അപ്പോൾ എന്താണ് മിഥ്യാപ്രതിബിംബം എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം തന്നെ പറയാം, സമതല ദർപ്പണത്തിൽ എന്തുണ്ടാകുന്നുണ്ട്, മിഥ്യാപ്രതിബിംബമാണ് സമതല ദർപ്പണത്തിൽ ഉണ്ടാകുക. ആ മിഥ്യാപ്രതിബിംബം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സമതല ദർപ്പണത്തിൽ നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരാളുണ്ടോ, ശരിക്കും അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അയാൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും അല്ലേ. അവിടെ വേറൊരു ലോകം ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അത് കണ്ണാടിയുടെ ഉള്ളിലാണുള്ളത്. അതിന് പുറത്തേക്കുള്ള നമ്മുടെ റിയൽ വേൾഡിലേക്ക് ആ ഇമേജ് വന്നിട്ടുണ്ടോ? ഇല്ല, ആ റിയൽ വേൾഡിലേക്ക് നമ്മുടെ ആ ഒരു ഇമേജ് വന്നിട്ടില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ നോക്കിയാൽ അത് കോൺവെക്സ് മിററാണല്ലേ. ആ കോൺവെക്സ് മിററിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മൾ അതിനകത്ത് കാണുകയാണ്. അത് മറ്റൊരു ലോകമാണ്, അതൊരു മിഥ്യാലോകമാണല്ലേ. അവിടെ ശരിക്കും അങ്ങനെ ആ കണ്ണാടിക്കുള്ളിൽ അങ്ങനെ ഒരു വാഹനമുണ്ടോ? അങ്ങനെ ഒരു വാഹനമില്ല. അല്ലെങ്കിൽ ആ ഒരു കണ്ണാടിക്കുള്ളിലുള്ള ഇമേജുകൾ നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുമോ? അത് പുറത്തൊരു ഭിത്തിയിൽ പതിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഭിത്തിയിൽ പതിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഭിത്തിയിൽ പതിപ്പിക്കാൻ പറ്റാത്ത കണ്ണാടിയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഇമേജുകളാണ് നമ്മൾ വിളിക്കുക മിഥ്യാപ്രതിബിംബങ്ങൾ എന്ന് വിളിക്കുക. അതേസമയത്ത് ചില പ്രതിബിംബങ്ങളെ നമുക്ക് കണ്ണാടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് കൃത്യമായി പറഞ്ഞാൽ
കോൺകേവ് മിറർ ഉപയോഗിച്ചാൽ, കോൺകേവ് മിറർ അതായത് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് പ്രതിബിംബം ഉണ്ടാകുന്നതെങ്കിൽ അത്തരം അല്ലെങ്കിൽ ആ റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ അത്തരം മിററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഭിത്തിയിൽ പതിപ്പിക്കാൻ സാധിക്കും. ആ ഭിത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ വേൾഡിലുള്ളതാണ്. ആ റിയൽ വേൾഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ആ ഇമേജിനെ കൊണ്ടുവന്ന് ആ പ്രതിഷ്ഠിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? റിയൽ ഇമേജ് എന്ന് വിളിക്കുക. അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്ന, നേരിട്ട് ദൂരം അളക്കാൻ സാധിക്കുന്ന, അല്ല ഈ മിററിൽ നിന്ന് നമുക്ക് നേരിട്ട് ഭിത്തിയിലേക്കുള്ള ദൂരം അളക്കാൻ സാധിക്കും, നേരിട്ട് ദൂരം അളക്കാൻ സാധിക്കുന്ന, പ്രതിബിംബത്തിന്റെ ഉയരം നമുക്കൊരു സ്കെയിൽ വെച്ച് അളക്കാൻ സാധിക്കുന്ന അത്തരം ഇമേജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിയൽ ഇമേജ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയിലെ ആ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആണോ അതോ ഈ പറയുന്ന വെർച്വൽ ആണോ? റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമാണോ, വെർച്വൽ എന്ന് വെച്ചാൽ മിഥ്യയാണോ? അതെ, മിഥ്യയാണ് അല്ലെ, മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാകുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നതും സമതല ദർപ്പണമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സമതല ദർപ്പണത്തിന് ബാധകമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ബാധകമായ കാര്യങ്ങളാണ് അല്ലെ, ബാധകമാണെന്ന് മനസ്സിലാക്കുക. ആദ്യം തന്നിരിക്കുന്ന പ്രകീർണനം ഉണ്ടാകുന്നു എന്നുള്ളത് സമതല ദർപ്പണത്തിന് ബാധകമായ കാര്യമല്ല. അവിടെ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പറയുന്ന പ്രകീർണനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം ഉണ്ടല്ലേ, ഏതാണ്? അതാണ് പ്രിസം എന്ന് പറയുന്ന സംഗതി അല്ലെ. പ്രിസത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രകീർണനം നടക്കുന്നുണ്ട്. പ്രിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിരമിഡ് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ആണ് പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സൂര്യപ്രകാശത്തെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ആ പ്രകീർണനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാവുകയും പല കളറുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പുറത്തെ വശത്ത് സ്പ്ലിറ്റ് ആയിട്ട് ഇതിങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണമാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇത് വിളിക്കുക? പ്രകീർണനം എന്ന് വിളിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രതീക്ഷിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ഈ ഒരു ചോദ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. ശരിക്കും പറഞ്ഞാൽ 2-3 ട്രിക്ക് ഇട്ടിട്ട് അവിടെ ഇവിടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ട കാര്യമേ ഉള്ളൂ. എന്നിരുന്നാലും കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞു. പഴയ ക്ലാസ്സിൻ്റെ റിവിഷനും കൂടി നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതിയാണ് അങ്ങനെ പറയുന്നത്. ഇനി അത് വേണ്ട, മിനിമലായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ ഡീപ്പായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് വേണം അടുത്ത വീഡിയോയിൽ അടുത്ത ഇത്തരം സെഷനുകൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അത്തരം കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചോദ്യം അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യം ഇതിനു മുമ്പ് നമ്മുടെ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ആ ചോദ്യത്തിലൂടെ ഒന്ന് കടന്നു പോവാം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഒരു പ്രകാശ ബീം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകാശത്തെ സുഗമമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുക. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശരിയായ ഓർഡർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരെണ്ണത്തിലെ 2 ലൈറ്റ് റേസിങ്ങിനെ പാസ് ചെയ്തു, അത് നേരെ ഇപ്പുറത്തേക്ക് കടന്നുപോയി. അടുത്തതിൽ വന്നപ്പോൾ അത് പരസ്പരം അകലുകയാണ് ചെയ്ത്. അതിൻ്റെ അടുത്തത് പരസ്പരം അടുക്കുകയാണ് ചെയ്തു. ഓക്കെ, പരസ്പരം അകന്നു, അടുത്തു, നേരെ പോയി. ഈ 3 കേസുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസുകൾ വെച്ചുകൊണ്ട് ഇത് ഓരോന്നും ഏത് തരം പദാർത്ഥങ്ങളാണ്, ഗ്ലാസ് ഷീറ്റ് ആണോ, കോൺകേവ് ലെൻസ് ആണോ, കോൺവെക്സ് ലെൻസ് ആണോ, അതിൻ്റെ ഓർഡറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കേസുകളാണ് നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ടത്. ഒന്ന്, ഒരാൾ ഈ കാണുന്ന ആൾ അതിലേക്ക് വന്ന് പതിച്ച പ്രകാശരശ്മികളെ പരസ്പരം അകറ്റിയിട്ടുണ്ട്. ഓക്കെ, മറ്റൊരാൾ ഇതിലേക്ക് വന്ന് പതിച്ച പ്രകാശരശ്മികളെ പരസ്പരം എന്ത് ചെയ്തു? അടുപ്പിക്കുകയും ചെയ്തു, പരസ്പരം ക്ലോസ് ആക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രകാശത്തെ കടത്തിവിടുകയും പ്രകാശത്തെ പരസ്പരം അകറ്റുകയും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് ലെൻസുകളാണ് അല്ലേ, ലെൻസുകളാണ്. ഈ ലെൻസുകൾ 2 തരം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ലെൻസുകൾ 2 തരം ഉണ്ട്. പ്രധാനമായിട്ടും നമുക്ക് 2 തരം ലെൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആ ലെൻസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് കോൺവെക്സ് ആണ്, മറ്റൊന്ന് കോൺകേവ് ആണ്. ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 വശവും പരസ്പരം ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന, പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അതേസമയത്ത് കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന പോർഷൻസ് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന 2 പോർഷൻസ് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എവിടെയാണ് പ്രകാശം അടുക്കുന്നത്, എവിടെയാണ് പ്രകാശം അകലുന്നത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളുപരി നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. അത് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കണ്ണിൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു കേസ് നിങ്ങൾ പല വട്ടം വരച്ചും കണ്ടുമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെ നിങ്ങൾ വരയ്ക്കുക? നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കണ്ണിങ്ങനെ വരയ്ക്കും അല്ലേ, ഒരു കണ്ണ് തണ്ടിങ്ങനെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ കോൺവെക്സ് ലെൻസാണ് നമ്മൾ വരയ്ക്കുക. നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, കോൺവെക്സ് ലെൻസാണ് നമുക്കറിയാം. അവിടെ നമ്മൾ ഇമേജ് ഫോർമേഷൻ്റെ ആ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പോയിന്റിൽ നിന്ന് 2 ലൈറ്റ് റേസ് വരുന്നു. ആ 2 ലൈറ്റ് റേസും ഇതിൽ വന്ന് പതിച്ചതിന് ശേഷം ഇപ്പുറത്തൊരൊറ്റ പോയിന്റിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് പ്രകാശരശ്മികൾ
പരസ്പരം അകന്നു പോയിരുന്ന രണ്ട് പ്രകാശരശ്മികൾ ഇപ്പുറത്ത് വന്നപ്പോൾ അടുത്തു അല്ലേ, അടുത്തു. അങ്ങനെ പ്രകാശരശ്മികളെ അടുപ്പിക്കുന്നത്, പരസ്പരം ക്ലോസ് ആക്കി വെക്കുന്നത് ആരാണ് എന്ന് നമുക്ക് അവിടുന്ന് തന്നെ കിട്ടി. ആ പുറത്തേക്ക് തള്ളിയ കോൺവെക്സ് ആണെന്ന് കിട്ടി. കോൺവെക്സ് ലെൻസിലാണ് എന്ത് സംഭവിക്കുക, കോൺവെക്സ് ലെൻസിലാണ് ഇങ്ങനെ പ്രകാശരശ്മികൾ, അകന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അടുക്കുന്നത് അല്ലേ. ഇങ്ങനെ അകന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ആരായിരിക്കും, കോൺവെക്സ് ആയിരിക്കും. അതേസമയത്ത് കോൺകേവ് ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, ഈ പറയുന്ന രണ്ട് പ്രകാശരശ്മികൾ നേരെ വന്നാലും കേട്ടോ പരസ്പരം അകറ്റുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ പരസ്പരം അകന്നു പോകുന്നതും അടുത്ത് പോകുന്നതും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അകന്നു പോയിട്ടുണ്ട്, ഇവിടെ ഈ പറയുന്ന അകന്നു പോയിട്ടുണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രകാശരശ്മികൾ പരസ്പരം അടുത്തിട്ടുണ്ട്. പ്രകാശരശ്മികൾ പരസ്പരം അടുക്കുന്നത് നമ്മുടെ കണ്ണിൽ നടക്കുന്ന പ്രോസസ്സാണ്. അതേതായിരിക്കും, അത് കോൺവെക്സ് ആയിരിക്കും. സോ അവനെ നമുക്ക് എന്ത് ചെയ്യാം, കോൺവെക്സ് എന്ന് അവിടെ മാർക്ക് ചെയ്യാം അല്ലെ. ഇത് കോൺവെക്സ് ആണ്, കോൺവെക്സ്. പരസ്പരം അകറ്റുന്ന ആരായിരിക്കും, അത് കോൺകേവ് ആയിരിക്കും അല്ലെ. ഇത് കോൺകേവ് ആണ്. ഇനി ആദ്യം ഉണ്ടായിരുന്നു പ്രകാശം വലിയ മാറ്റമൊന്നും ഇല്ലാണ്ട് നേരെയാണ് കടന്നു, അല്ലെങ്കിൽ പാരലായിട്ട് തന്നെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ പാരലായിട്ട് കടന്നു പോകുകയാണെങ്കിൽ അത് ആരായിരിക്കും, അത് ഗ്ലാസ് ഷീറ്റ് ആയിരിക്കും. ഓക്കെ, ഗ്ലാസ് ഷീറ്റ് ആയിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കും. ക്ലിയർ അല്ലേ. അപ്പോൾ ഗ്ലാസ് ഷീറ്റ്, കോൺകേവ്, കോൺവെക്സ്, അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ തന്നെയാണല്ലേ, ഗ്ലാസ് ഷീറ്റ്, കോൺകേവ്, കോൺവെക്സ് ലെൻസ്. ഓക്കെ, ലെൻസുകളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ തന്ന് ഈ പറയുന്ന ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ തരാം. പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് ഏത്, പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസ് ഏതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യമൊക്കെ വരാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നൊക്കെ പറയാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാം. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ നിങ്ങളൊന്ന് പറയണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് എന്നതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ഒരു ചേരുംപടി ചേർക്കലാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, 3 കോളംസ് കൊടുത്തിട്ടുണ്ട്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് താഴത്ത് നിന്ന് തുടങ്ങാം, ഇവിടെ നിന്ന് തുടങ്ങും. കാര്യം മറ്റൊന്നുമല്ല, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് താഴത്ത് നിന്ന് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുമെങ്കിലും ആ ഒരു നിങ്ങളിലേക്ക് പറഞ്ഞു തരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഉൾട്ടയടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പ്രതിബിംബം ഉണ്ടാകുന്ന ലെൻസിലാണോ, അതാര്യ വസ്തുവിലാണോ, ദർപ്പണത്തിലാണോ, പ്രിസത്തിലാണോ? എവിടെയായിരിക്കും കൂടുതൽ സാധ്യത? ദർപ്പണത്തിനായിരിക്കും. സോ നമുക്ക് ദർപ്പണം വന്നങ്ങ് ജോയിൻ ചെയ്ത് വെക്കാം. ഇനി അപ്പുറത്ത് ദർപ്പണവുമായിട്ട് ചേർന്ന് ഇപ്പുറത്ത് എന്താ വരിക എന്നുള്ളത് നോക്കാം. വസ്തുക്കളെ കാണുന്നു, മുഖം കാണുന്നു, മഴവിലുണ്ടാകുന്നു, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. ഇതിൽ ഏതാണ് ദർപ്പണവുമായിട്ട് കൂടുതൽ യോജിക്കുന്നത്? ആ ദർപ്പണം നമ്മൾ മുഖം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സോ മുഖം കാണുന്നു എന്നുള്ളതിനെ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് തൊട്ട് മേലുള്ള ഏതാണ്? പ്രകീർണനം എന്നുള്ളതാണ്. പ്രകീർണനം നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന വേർതിരിയുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ലെൻസ്, അതാര്യ വസ്തു, പ്രിസം, ഇത് മൂന്നുമാണ് മിച്ചമുള്ളത്. ഇതിലേതാണ്? പ്രിസത്തിൽ തന്നെയാണെന്ത് ഈ പറയുന്ന പ്രകീർണനം, ഡിസ്പേഷൻ നടക്കുക. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വസ്തുക്കളെ കാണുന്നു, മുഖം കാണുന്നു, മഴവിലുണ്ടാകുന്നു, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. ഏതാണ്? മഴവിലുണ്ടാകുന്നു അല്ലെ. പ്രിസത്തിൽ മഴവിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കവിടെ വിബ്ജിയോർ എന്നുള്ള ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. അത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പ്രകീർണനം, പ്രിസം, മഴവിലുണ്ടാകുന്നുള്ളതായിരിക്കും ശരിയായിട്ട് വരിക. അടുത്ത നമുക്ക് അപവർത്തനമാണുള്ളത്. അപവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഉള്ളത് ലെൻസും അതാര്യ വസ്തുവുമാണ്. അപ്പോൾ ഇതിൽ എവിടെയാണ് അപവർത്തനം സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. എവിടെയാണ്? ലെൻസിലാണ് അല്ലെ. ലെൻസിലാണ് പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുക. ലെൻസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? അപവർത്തനമാണെന്നുള്ള ഓർത്ത് വെച്ചേക്കണം. കാര്യം ലെൻസിന് ഒരു വശത്ത് നിന്ന് അപ്പുറത്തെ വശത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ പ്രകാശത്തിന് വഴിമാറി പാതയ്ക്ക് വ്യതിയാനം ഉണ്ടായി. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നതിനാണ് നമ്മൾ വിളിക്കുക അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുക എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെൻസാണ് ഉത്തരം. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. ലെൻസിന്റെ പ്രവർത്തന തത്വം എന്താണ്? അപവർത്തനമാണ്, റിഫ്രാക്ഷൻ ആണെന്ന് ഓർത്തേക്കുക. ലെൻസ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ലെൻസ് നമ്മൾ ഈ പറയുന്ന മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ അതായിരിക്കും അവിടെ ജോഡിയായിട്ട് വരിക. ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണ്? ബാക്കിയുള്ള നമുക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യാം. പ്രതിപതനമാണ് അടുത്ത് തന്നിരിക്കുന്നത്. ആ പ്രതിപതനം എവിടെയാണ്? ഈ തന്നിരിക്കുന്ന പ്രകാരം അതാര്യ വസ്തുക്കളിൽ പ്രതിപതനം സംഭവിക്കുന്നുണ്ട്. അതാര്യ വസ്തുക്കളിൽ പ്രതിപതനം സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ വസ്തുക്കളെ കാണാൻ സാധിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലൈറ്റ് സോഴ്സിൽ നിന്ന് ആ ലൈറ്റ് വന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളിൽ, വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ചിട്ടാണ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുക. അങ്ങനെയാണ് നമ്മൾ ആ വസ്തുക്കളെ കാണുന്നത്. സോ പ്രതിപതനം അതാര്യ വസ്തുക്കളെ പ്രതിപതനം അതാര്യ വസ്തുക്കളെ അതാര്യ വസ്തു അതുപോലെ തന്നെ വസ്തുക്കളെ കാണുന്നുള്ളതാണ് അവിടുത്തെ ജോഡിയായിട്ട് വരിക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ ടോപ്പിൽ നിന്ന് ചെയ്തു വന്നു കഴിഞ്ഞാൽ ഈ പ്രതിപതനം എന്നുള്ളത് കാണുമ്പോൾ അതാരി വസ്തുവാണോ ദർപ്പണമാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താഴത്തുനിന്ന് തുടങ്ങിയത് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തതാ, വെള്ളത്തിനുള്ളിൽ കാണുന്ന മത്സ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം നമുക്ക് കാണുന്നതായി തോന്നുന്ന സ്ഥാനം തന്നെയാണോ, എന്തുകൊണ്ട്? നമ്മൾ വെള്ളത്തിനകത്തൊരു മത്സ്യത്തെ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ തന്നെയാണോ നിൽക്കുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് അവിടെ അല്ല നിൽക്കുന്നത്, അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ തൊട്ട് മുമ്പ് പറഞ്ഞ കേസ് തന്നെയാണ് അപവർത്തനം എന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ്. അപവർത്തനം എന്ന് പറയുന്ന കേസ് കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ആ മത്സ്യത്തിൽ നിന്ന് വരുന്ന ലൈറ്റ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇമേജ് വരച്ച് കാണിക്കാം. ഇതിപ്പോൾ ഇത്രയും ഭാഗത്ത് ഇവിടെ ഒരു കുളം തന്നെ അങ്ങ് വരയ്ക്കാം അല്ലേ. ഓക്കെ, ഇതൊരു കുളമാണെന്ന് വിചാരിക്കാം. ഈ കുളത്തിൽ താണ്ടി ഇവിടെ ഒരു മത്സ്യമുണ്ട് കേട്ടോ. മത്സ്യമാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, എന്തു ആയിക്കോട്ടെ, ഒരു മത്സ്യമാണിത്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് ഈ മത്സ്യത്തെ. ഒരാൾ താണ്ടി ഇവിടെ നിന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ആക്ച്വലി ഇയാൾ ഈ മത്സ്യത്തെ ഇവിടെയാണ്, ഈ പൊസിഷനിൽ തന്നെയാണ് ഇയാൾ ഈ മത്സ്യത്തെ കാണുന്നതെന്ന് വിചാരിക്കാം. ഈ പൊസിഷനിലാണ് ഇയാൾ ഈ മത്സ്യത്തെ കാണുന്നത്. ശരിക്കും ആ മത്സ്യം അവിടെയല്ല ഉള്ളത്. ശരിക്കും എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഈ മത്സ്യം ശരിക്കും എവിടെയാണ്? ശരിക്കും അവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മത്സ്യം കുറച്ചുകൂടി താഴത്തായിരിക്കും ഉണ്ടാകുക. ഈ താഴത്തുള്ള മത്സ്യത്തിൽ നിന്ന് പതുക്കെ ലൈറ്റ് റേ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് വരുന്നു. മുകളിലേക്ക് വരുന്ന ലൈറ്റ് റേ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അതിന് അപവർത്തനം സംഭവിച്ചിട്ട് അത് കണ്ട് ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇയാളുടെ കണ്ണിലേക്ക് പതിക്കുന്നത്. അങ്ങനെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ ഇയാൾക്ക് എന്ത് തോന്നും? ഇയാൾക്ക് തോന്നും ഈ മത്സ്യം താണ്ട് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് തോന്നും. അല്ലെ, കുറച്ചുകൂടി നേരെ ഈ ലൈറ്റ് എന്തായാലും നേരെ വരുന്നതായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യൂ. അപ്പോൾ ഈ മത്സ്യം ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ശരിക്കും ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി മുകളിലാണ് നമ്മൾ ആ മത്സ്യത്തെ കാണുന്നത്. അതിന് കാരണം അപവർത്തനമാണ്, റിഫ്രാക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രകാശം വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് അല്ലെങ്കിൽ എയറിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ പാതയ്ക്കൊരു വളവുണ്ടായി. അതാണ് അവിടുത്തെ കേസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തേക്ക് കിടക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പുതിയ സ്റ്റീൽ പാത്രത്തിലാണോ ഉപയോഗിച്ച സ്റ്റീൽ പാത്രത്തിലാണോ നമുക്ക് കൂടുതൽ നന്നായി പ്രതിബിംബം കാണാൻ കഴിയുന്നത് എന്തുകൊണ്ട്? അത് നമുക്കറിയാം, പുതിയ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് അല്ലേ. പുതിയ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ്. കാരണം എന്താണ്? പുതിയ സ്റ്റീൽ പാത്രം എന്ന് പറയുമ്പോൾ നല്ല മിനുസമാണ്. അവിടെ ക്രമമായിട്ടുള്ള പ്രതിഫലനം നടക്കും. എന്താണ്? ക്രമ പ്രതിഫലനമാണ് നടക്കുക. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ നമ്മുടെ വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടെന്നറിയാം, കമൻറ്റ് ബോക്സിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ കൊടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ PSCക്കാർക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കിട്ടാൽ മതി. അപ്പോൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കേസ് നിങ്ങൾ എന്ത് പറയണം? പുതിയ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ക്രമ പ്രതിഫലനമാണ്. അതിലേക്ക് വന്ന് വീഴുന്ന പ്രകാശരശ്മികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്ന പ്രകാശരശ്മികളെല്ലാം അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് അതേ പാറ്റേണിൽ തന്നെയാണ് അപ്പുറത്തേക്ക് പോവുക. അതേ സമയത്ത് കൂടുതൽ ഉപയോഗിച്ച പാത്രമാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടിയും ഒരഞ്ഞുമൊക്കെ കുറേ ഉരസലൊക്കെ വന്ന് കാണും. അപ്പോൾ അതിൻ്റെ സർഫസ് ഒക്കെ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, ഒരു പരിപരുത്തതായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ പരിപരുത്ത പ്രതലങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ, പല ലൈറ്റ് റേസ് ഇവിടെ വന്ന് വീണ് കഴിയുമ്പോൾ ആ പല ലൈറ്റ് റേസും അവിടുന്ന് വീഴുന്ന ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് പല വഴിക്കായിരിക്കും റിഫ്ലക്ട് ചെയ്യുക അല്ലെ. ചിലതൊക്കെ അങ്ങോട്ട് പോകും, ചിലതൊക്കെ ഇങ്ങോട്ട് പോകും, അങ്ങനെ പല വഴിക്ക് പോകും. അതുകൊണ്ട് കൃത്യമായ ഒരു ഇമേജ് അവിടെ രൂപം കൊള്ളില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ വിസരിത പ്രതിഫലനമാണ്. ഏതാണ്? വിസരിത പ്രതിഫലനമാണ് സംഭവിക്കുക. ഈ കേസിൽ എന്തുണ്ടാവില്ല? ഇമേജ് രൂപം കൊള്ളില്ല. ഇമേജ് അഥവാ പ്രതിബിംബം രൂപം കൊള്ളില്ല. ക്രമപ്രതിഫലനം നടന്നാൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? പ്രതിബിംബം രൂപം കൊള്ളുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അടുത്ത ചാപ്റ്റർ ഏതാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിന് മുമ്പേ വീഡിയോ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത്. പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുക. മിറേഴ്സിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്, അത് കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൂടെ കാണുക കേട്ടോ. അപ്പോൾ താങ്ക് യു, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.